സൈന്യവും ഭീകരരുമായി ഏറ്റുമുട്ടൽ തുടരുന്ന ത്രാലിൽ നിന്ന് ആദിൽ പാലോട് മനു ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. തത്സമയം 3 ജെയ്ഷെ ഭീകരരെയാണ് സൈന്യം ഇന്ന് ഈ മേഖലയിൽ വധിച്ചത്. ആദിൽ പാലോട്, ത്രാലിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണോ? ഓപ്പറേഷൻ കെല്ലാറിന്റെ ഒരു അടുത്ത ഘട്ടമായി മാറുകയാണോ അവന്തിപ്പുരയും ത്രാലുമൊക്കെ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഏറ്റുമുട്ടൽ തുടരുന്നതിൻ്റെ 1/2 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഏറ്റുമുട്ടലും ഈ ഭീകരരെ വധിച്ചതും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ആ ഓപ്പറേഷൻ പൂർത്തിയായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. എങ്കിലും പലതരത്തിലുള്ള ശബ്ദം, സ്ഫോടന ശബ്ദവും വെടിവെച്ചുകളും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ത്രാൽ മേഖലയിലാണിത്. ത്രാൽ, അവന്തിപ്പുര ജില്ലയിലെ ത്രാൽ മേഖലയിൽ നാദർ എന്ന ഗ്രാമത്തിലാണ് ഞങ്ങൾ ഉള്ളത്. ഇവിടെ നിന്ന് 1/2 കിലോമീറ്റർ മാത്രമാണ് ഈ ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തേക്കുള്ള ദൂരം. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഭീകരർ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒളിച്ചിരിക്കുകയായിരുന്നു. രാവിലെ മുതൽ ഈ രഹസ്യ വിവരത്തെ തുടർന്ന് ഏറ്റുമുട്ടലിലേക്ക് പോയി. ഈ വീട് സൈന്യം, CRPFും സൈന്യവും വളഞ്ഞു എന്നുള്ളതാണ് ഈ സൈന്യം തന്നെ അറിയിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ഒരു ഭീകരൻ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള വാർത്തകളാണ് പ്രധാനമായും വന്നുകൊണ്ടിരിക്കുന്നത്. 3 ഭീകരർ, ആകെ 4 ഭീകരർ ഉണ്ടായിരുന്നു എന്ന വിവരമുണ്ടായിരുന്നു. 3 ഭീകരരെ വധിക്കാൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2 പേർ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഭീകരരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊല്ലപ്പെട്ടവരിൽ ഒരാൾ കൊടും ഭീകരൻ ആസിഫ് ഷെയ്ഖാണ് എന്ന സൂചനകളാണ് വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇയാൾ സഹായം ചെയ്തിരുന്നു എന്ന സൂചനകളുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് സഹായം ചെയ്ത ഭീകരനെ സൈന്യത്തിന് വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട 2 പേർ പാക് ഭീകരരാണ് എന്നുകൂടി വിവരം വരുന്നു. അരുവത്തിൽ വലിയൊരു അറ്റാക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഒരു ഓപ്പറേഷനിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ത്രാലിൽ നിന്നാണ് ഇപ്പോൾ മനു ബാലകൃഷ്ണൻ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ വിവരങ്ങളാണ് ആദിൽ പാലോട് പങ്കുവച്ചത്.